നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പുതിയ ലോകക്രമമാണ്. ഇതുവരെ നമ്മൾ കണ്ടു പരിചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലോകക്രമം. അമേരിക്ക എല്ലാ രാജ്യങ്ങളെയും സഹായിച്ച് ലോക പോലീസ് കിരീടം ചൂടുന്നതിന് പകരം അമേരിക്കയുടെ താല്പര്യം മാത്രം സംരക്ഷിച്ചുകൊണ്ട് കൂടെ നിൽക്കുന്നവരെ പോലും വെറുപ്പിച്ചുകൊണ്ട് വെല്ലുവിളിയുടെ യുദ്ധപ്രഖ്യാപനത്തിൻ്റെ ഒരു ലോകക്രമമാണ് ട്രംപ് പടുത്തുയർത്തുന്നത്. അതുകൊണ്ടാണ് അമേരിക്കയുടെ താല്പര്യപ്രകാരം റഷ്യക്കെതിരെ യുദ്ധത്തിനിറങ്ങിയ യുക്രൈനെ പോലും തേച്ച് റഷ്യ പറയുന്നത് പോലെ യുദ്ധം അവസാനിപ്പിച്ച് തടി തപ്പിക്കോളൂ, ഞങ്ങൾ ആയുധവും പണവും തരില്ല, മാത്രമല്ല ഇതുവരെ ഞങ്ങൾ സഹായിച്ചതിന് പകരം നിങ്ങളുടെ പ്രകൃതിവാതകം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നാറ്റോ സഖ്യരാജ്യമായ ഡെൻമാർക്കിൻ്റെ പ്രവിശ്യയായ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കും, അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ടാണ് സഖ്യകക്ഷികളുടെ അഭിപ്രായം പോലും തേടാതെ നേരെ വെനസ്വേല എന്ന രാജ്യത്ത് ചെന്ന് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയും പിടിച്ചുകൊണ്ടു പോകുന്നത്. അതുകൊണ്ടാണ് സൗഹൃദ രാജ്യങ്ങളെ പോലും റഷ്യയുടെയും ഇറാന്റെയും പേരിൽ ഉപദ്രവിക്കുന്നത്. അമേരിക്ക ഇതുവരെ പുലർത്തിയിരുന്ന സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പിൽ ട്രംപിന് വിശ്വാസമില്ല. ചേരിചേരാ നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ പക്ഷത്ത് നിന്നപ്പോൾ പോലും അമേരിക്ക ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തിയിരുന്നില്ല. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പടിപടിയായി വളർന്ന് അതിശക്തമായി മുന്നോട്ട് പോയി. അമേരിക്കയും റഷ്യയും തമ്മിൽ പോലും ബന്ധം വളർന്നു വന്നു. അതുകൊണ്ട് തന്നെ പരമ്പരാഗതമായ ഇന്ത്യൻ റഷ്യൻ ബാന്ധവം അമേരിക്കയ്ക്ക് ഒരു തലവേദന ആവേണ്ടതേയില്ല. എന്നിട്ടും ട്രംപ് ഇന്ത്യയോട് പറഞ്ഞു, റഷ്യയുമായുള്ള എണ്ണക്കച്ചവടം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ പണി തരുമെന്ന്. ഇന്ത്യക്ക് ഒരു കാരണവുമില്ലാതെ ചുമത്തിയ 25% നികുതിക്കൊപ്പം റഷ്യൻ എണ്ണ വ്യാപാരത്തിൻ്റെ പേരിൽ ചുമത്തിയ 25% കൂടിയായപ്പോൾ 50% ഇറക്കുമതി ചുങ്കമാണ് അടിച്ചേൽപ്പിച്ചത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെ അത് ശക്തമായി ബാധിച്ചു. ഇപ്പോൾ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നു, ഇന്ത്യ അടക്കമുള്ള റഷ്യയുമായി ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് 500% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന്. എന്ന് വെച്ചാൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന്. വാസ്തവത്തിൽ ഇതൊരു കുതന്ത്രമാണ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം അത്ര എളുപ്പത്തിൽ അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ലെന്ന് പ്രസിഡന്റ് എന്ന നിലയിൽ ട്രംപിന് അറിയാത്തത് കൊണ്ടല്ല. ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെല്ലാം റഷ്യയുമായി അഭേദ്യമായി ബന്ധം നിലനിർത്തിക്കൊണ്ടുള്ളതാണ്. ഒരു സുപ്രഭാതത്തിൽ ട്രംപ് പറയുന്നതനുസരിച്ച് ഇന്ത്യക്ക് റഷ്യയെ തള്ളിക്കളയാൻ സാധ്യമല്ല. എന്നിട്ടും ട്രംപിനെ തണുപ്പിക്കാൻ വേണ്ടി ഇന്ത്യ എണ്ണ വ്യാപാരത്തിൽ കുറവ് വരുത്തി. പക്ഷെ ട്രംപ് പറയുന്നു 500% നികുതി ഏർപ്പെടുത്തുമെന്ന്. ട്രംപിന്റെ ഭീഷണി ഇന്ത്യൻ വിപണിയെ, ഇന്ത്യൻ കറൻസിയെ ഗുരുതരമായി ബാധിച്ചു. അതിനിടയിലാണ് ഇന്നലെ നാടകീയമായി മറ്റൊരു പ്രഖ്യാപനവുമായി ട്രംപ് രംഗത്ത് വന്നത്. ഇറാനുമായി ഏതെങ്കിലും തരത്തിൽ ഇടപാടുകൾ നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും 25% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവാണത്. ഇന്ത്യയും ഇറാനും തമ്മിൽ തരക്കേടില്ലാത്ത ബന്ധമാണ് ദീർഘകാലമായുള്ളത്. ഇന്ത്യയുടെ സഖ്യകക്ഷികളെ അമേരിക്കയോടും ഇസ്രയേലിനോടും UAE-യോടും സൗദി അറേബ്യയോടും ഒക്കെ ഇറാന് ശത്രുതയുണ്ടെങ്കിലും ഇന്ത്യ മാന്യമായ ബന്ധം തന്നെയാണ് ഇറാനുമായി നിലനിർത്തി പോന്നിരുന്നത്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള മാന്യമായ ബന്ധം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിരുന്നില്ല. ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന ബന്ധമായിരുന്നു അത്. 2022-23 വർഷത്തിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള വ്യാപാരം $2.33 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെതാണ്. ഇതിൽ 1.66 ബില്യണും ഇന്ത്യയുടെ കയറ്റുമതിയാണെന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റിൽ ഇന്ത്യയാണ് സർപ്ലസ് ആയി നിൽക്കുന്നത്. കയറ്റുമതി ചെയ്യുന്നതിൻ്റെ പകുതി പോലും ഇന്ത്യ ഇറക്കുമതി ചെയ്യാറില്ല. ഇന്ത്യ ഇറാനിലേക്ക് കയറ്റി അയക്കുന്ന പ്രധാനപ്പെട്ട വസ്തുക്കൾ ബസ്മതി റൈസും ഫ്രഷ് ഫ്രൂട്ട്സും ചായയുമാണ്. ഇതൊന്നും അമേരിക്കയുടെയോ മറ്റ് രാജ്യങ്ങളുടെയോ താല്പര്യത്തെ ബാധിക്കേണ്ടതല്ല. എന്നാൽ ട്രംപ് പറയുന്നു, ഏതെങ്കിലും തരത്തിൽ വ്യാപാര ബന്ധം ഇറാനുമായി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ മുതൽ ആ രാജ്യങ്ങൾക്ക് 25% പിഴച്ചുങ്കം ബാധകമാണെന്ന്. എന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 25%, റഷ്യൻ വ്യാപാരത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 25%, ഇറാന്റെ പേരിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന 25%, അങ്ങനെ 75% ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കണമെങ്കിൽ ഇനി നികുതി അടയ്ക്കേണ്ടി വരുന്നത്. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായും അവസാനിപ്പിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്ക് അങ്ങനെ ഒരു നികുതി ഏർപ്പെടുത്തിയിട്ടില്ല.
ഇന്ത്യയേക്കാൾ കൂടുതൽ ഇറാനുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന ചൈനയ്ക്ക് ഈ പിഴച്ചുങ്കം ബാധകമാണോ എന്ന് വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത്? ഇന്ത്യയെ തീർക്കുക എന്ന ലക്ഷ്യത്തിലല്ലേ? ഇന്ത്യ അമേരിക്കയുടെ ഒരു ഉപഗ്രഹ രാജ്യമായി ട്രംപ് പറയുന്നത് പോലെ നിൽക്കണം എന്ന് എന്തിനാണ് ട്രംപ് വാശി പിടിക്കുന്നത്? ചൈനയ്ക്കില്ലാത്ത എന്തു കുഴപ്പമാണ് അമേരിക്ക ഇന്ത്യയിൽ കാണുന്നത്? ഇന്ത്യയെ ശ്വാസം മുട്ടിച്ച് അമേരിക്കയുടെ വറുതിയിൽ നിർത്തി തകർക്കാനുള്ള നീക്കം തന്നെയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ധൈര്യം ചൈനയോട് കാട്ടാൻ ട്രംപിന് ശേഷിയുമില്ല. കാരണം ചൈന അമേരിക്കയെ മറികടന്ന സാങ്കേതിക മികവ് നേടിയിരിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ലോക പോലീസിന്റെ പദവി ചൈന നേടുമെന്ന് അമേരിക്കയ്ക്കറിയാം. അതുകൊണ്ടാണ് ട്രംപിന് മുമ്പുള്ള ഭരണാധികാരികൾ ചൈന ലോക പോലീസ് ആകുമ്പോൾ ബദൽ ശക്തിയായി ഇന്ത്യയെ കൂടെ നിർത്തിയത്. ചൈനയ്ക്ക് ബദലായി വളരാൻ ശേഷിയുള്ള ഏക രാജ്യം ഇന്ത്യയാണെന്നും രണ്ട് രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ആസ്തി ജനസംഖ്യയും സാങ്കേതിക വളർച്ചയുമാണെന്നും തിരിച്ചറിഞ്ഞ അമേരിക്കയുടെ ദിഷണാശാലികളായ ഭരണാധികാരികളെ കൊഞ്ചനം കാട്ടുകയാണ് ട്രംപ്. ഇന്ത്യ ട്രംപിന്റെ പിടിവാശിക്ക് മുമ്പിൽ ഒരു കാരണവശാലും വഴങ്ങരുത്. ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്ട്രാറ്റജി കൃത്യമാണ്. ട്രംപിനെ വെല്ലുവിളിക്കാനും അമേരിക്ക ഇപ്പോൾ തീർക്കും എന്ന് വീമ്പിളക്കാനും ഒന്നും ഇന്ത്യ ഇറങ്ങേണ്ടതില്ല. നിശബ്ദമായി ചെയ്യാനുള്ളത് ചെയ്യുകയാണ്. ഞങ്ങളുടെ വിദേശ നയം ഞങ്ങൾ തീരുമാനിക്കും, അമേരിക്കയല്ല തീരുമാനിക്കേണ്ടത് എന്ന് ചങ്കൂറ്റത്തോടുകൂടി പ്രവർത്തിയിലൂടെ തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇന്ത്യക്കുണ്ട്. എത്ര കാലം അമേരിക്കയ്ക്ക് ഇങ്ങനെ സഖ്യകക്ഷികളെ പോലും പിണക്കി നിർത്താൻ കഴിയും? ഇനി കേവലം 3 വർഷം കൂടി മാത്രമേ ട്രംപിന് ഭരണമുള്ളൂ. ട്രംപ് ഒഴിയുന്നതോടെ ഈ വിഭാഗീയ രാഷ്ട്രീയം അവസാനിക്കും. അതുകൊണ്ട് താൽക്കാലിക തിരിച്ചടി എന്ന നിലയിൽ വഴങ്ങാതെ മുമ്പോട്ട് പോവുക തന്നെയാണ് ഇന്ത്യക്ക് ഉചിതം. രാജ്യത്തിന്റെ സ്ഥാപനം മുതൽ ഇന്ത്യ ചേർത്ത് നിർത്തിയിരുന്ന ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആ രാജ്യത്തെ ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊല്ലുകയാണ്. ഇന്ത്യക്കെതിരെ ശത്രുതയും വിദ്വേഷവും പ്രചരിപ്പിക്കുകയാണ്. അവിടെയും നമ്മൾ പുലർത്തുന്നത് നിശബ്ദതയാണ്. ഇതൊക്കെ താൽക്കാലിക പ്രതിഭാസമാണ് എന്ന തിരിച്ചറിവിലുള്ള നിശബ്ദത. ഇന്ത്യ ഒരു കാരണവശാലും ട്രംപിന് മുമ്പിൽ വഴങ്ങുകയോ റഷ്യയോടും ഇറാനോടും അമേരിക്കയെ പേടിച്ച് അകലം പാലിക്കുകയോ ചെയ്യാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നില്ല. ഇറാനിലെ ജനങ്ങൾ അവിടുത്തെ മതഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ ഇന്ത്യ അതിൽ പക്ഷം പിടിക്കേണ്ടതില്ല. ഇറാന്റെ ആഭ്യന്തര കാര്യം മാത്രമാണ് അതെന്ന നിലപാടാണ് ഉചിതം. ജനങ്ങൾ ആ രാജ്യത്തെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിച്ചാൽ ഇന്ത്യക്ക് ആ ബന്ധം തുടരാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, 1950-ൽ തുടങ്ങിയതാണ്. മൊസാദിയും ഷാ ഭരണകൂടവും പിന്നീട് ഇസ്ലാമിക ഭരണകൂടവും ഒക്കെ അവിടെ വന്നെങ്കിലും ഇന്ത്യയുമായുള്ള 1950-ലെ ഇൻഡോ ഇറാൻ സൗഹൃദ കരാറിന് ഒരു കോട്ടവും തട്ടിയില്ല. അതുകൊണ്ട് ഇന്ത്യ അമേരിക്കയെ പേടിച്ച് നിലപാട് മാറ്റി പരമ്പരാഗത സുഹൃത്തുക്കളോട് പിണങ്ങാനുള്ള സാധ്യതയില്ല. ഇത് ട്രംപിനും അറിയാം. ഒന്ന് ഭയപ്പെടുത്തി നോക്കുന്നതാണ്. നാളെ ലോകം ഭരിക്കേണ്ടത് ഇന്ത്യയാണ്. ആ ഇന്ത്യയെ തങ്ങളുടെ വർദ്ധിക്ക് നിർത്തി തങ്ങൾ പറയുന്നത് പോലെ കൊണ്ടുപോകണം എന്ന ട്രംപിന്റെ പിടിവാശിയാണ് മോദി ഗവനിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നിലവിൽ വന്നാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പോൾ ഉയർന്നു വന്ന വാദങ്ങളൊക്കെ. എന്നാൽ ആ വ്യാപാര കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സോയാബീനും ചോളവും ഒക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അതിന് സൗകര്യമില്ല എന്ന് മോദി തീർത്തു പറഞ്ഞതുകൊണ്ടാണ് ട്രംപ് കട്ടക്കലിപ്പിൽ ഇങ്ങനെ ഉലകം ചുറ്റി നടക്കുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഇഷ്ടമുള്ളത് ചെയ്യട്ടെ. എന്നാൽ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മോദിയാണ്, ട്രംപ് അല്ല. ആ ഉത്തമ ബോധ്യത്തിൽ മോദി മുമ്പോട്ട് പോകുമ്പോൾ ട്രംപിന് പതിയെ ചുവട് മാറ്റേണ്ടി വരും എന്ന് തീർച്ച.